കെ.എസ്.ആർ.ടി.സിയുടെ സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ അങ്ങനെ പുതിയ റൂട്ടിൽ ഓടാൻ തയ്യാറെടുക്കുകയാണ് കെ.എസ്.ആർ.ടി.സി. അതിനുവേണ്ടുന്ന കൂടുതൽ നിർദ്ദേശങ്ങൾ മന്ത്രിതലത്തിൽ നിന്ന് കെ.എസ്.ആർ.ടി.സി മാനേജ്മെന്റ് തലത്തിൽ നിന്ന് വരുന്നുണ്ട്. വിശദമായി തന്നെ നോക്കിക്കഴിഞ്ഞാൽ മുൻപ് പറയുന്ന കാര്യങ്ങൾ ആണ് എങ്കിൽ പോലും അത് കൂടുതൽ ഒരു നിർദ്ദേശമായി വീണ്ടും വരുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. കൈ കാണിക്കുന്ന സ്ഥലത്ത് യാത്രക്കാർ കൈ കാണിക്കുകയാണെങ്കിൽ അവിടെ ബസ് നിർത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായി വന്നിരിക്കുന്നത്. കാരണം കെ.എസ്.ആർ.ടി.സിയിൽ ഏറ്റവും അധികം വരുമാനം കൊണ്ടുവരുന്നത് ഈ ടിക്കറ്റ് വരുമാനത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ കെ.എസ്.ആർ.ടി.സിയുടെ അന്നദാതാക്കൾ എപ്പോഴും സ്ഥിരമായി യാത്ര ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ഒരു നടപടിയും കെ.എസ്.ആർ.ടി.സിയുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. കൈ കാണിക്കുന്നിടത്ത് യാത്രക്കാർ ആവശ്യപ്പെടുന്നിടത്ത് നിർത്തണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായി മുന്നോട്ട് വരുന്നത്. അതോടൊപ്പം രാത്രി 10 മുതൽ രാവിലെ 6 മണി വരെ യാത്രക്കാർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ബസ് നിർത്തണമെന്നുള്ളതാണ് നിർദ്ദേശം. അത് എല്ലാ ബസ്സിനും ബാധകമല്ല. സൂപ്പർ ഫാസ്റ്റ്, മിന്നൽ ഉൾപ്പെടെയുള്ള ബസ്സുകൾക്കൊന്നും അത് ബാധകമല്ല. സ്വിഫ്റ്റ്, അതോടൊപ്പം തന്നെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾക്കാണ് അത് ബാധകമായിട്ടുള്ളത്. അതോടൊപ്പം രാത്രി 8 മണി മുതൽ രാവിലെ 6 മണി വരെ സ്ത്രീ യാത്രക്കാർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് നിർത്തണം. അത് മിന്നൽ ഒഴികെയാണ്. ബാക്കി സൂപ്പർ ഫാസ്റ്റ് ഉൾപ്പെടെയുള്ള ബസ്സുകൾ അവിടെയെല്ലാം തന്നെ നിർത്തണം എന്നുള്ളതാണ്. അതോടൊപ്പം വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ എന്നിവരെയൊക്കെ കണ്ടക്ടർ സഹായിക്കേണ്ടതുണ്ട് എന്നൊരു നിർദ്ദേശം പ്രത്യേകിച്ചും പുതിയതായി വരുന്നുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ നിർദ്ദേശമായി എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത്. വൃത്തിയുള്ള ശുചിമുറി ലഭ്യമാകുന്ന ഹോട്ടലുകളിൽ മാത്രം ഈ ബസ്സുകൾ നിർത്തുക. കാരണം നമ്മൾ പലപ്പോഴും ഈ ദീർഘദൂര യാത്ര നടത്തുന്ന സമയത്ത് ഏറ്റവും അധികം അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നമാണ് ഈ ശുചിമുറിയുമായി ബന്ധപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വൃത്തിയുള്ള ശുചിമുറികളുള്ള ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി നിർത്തണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായി ഇപ്പോൾ കെ.എസ്.ആർ.ടി.സി ഭാഗത്ത് നിന്ന് വരുന്നത്. അതോടൊപ്പം കണ്ടക്ടർമാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ളൊരു വീഴ്ച ഉണ്ടായാൽ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ നിർദ്ദേശം. അതായത് ടിക്കറ്റ് നൽകാതിരിക്കുക, ടിക്കറ്റ് നൽകിയ ശേഷം പണം സ്വീകരിച്ച് ബാലൻസ് നൽകാതിരിക്കുക, അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ യാത്രക്കാരുമായി ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഉടനടി നടപടി ഉണ്ടാകും എന്നുള്ളതാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ ഒരു നിർദ്ദേശമായി വന്നിരിക്കുന്നത് ഇതാണ്. അതായത് ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച ശേഷം മാത്രം ജോലിക്ക് കയറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയൊരു നിർദ്ദേശമായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ എത്രമാത്രം പ്രായോഗിക തലത്തിൽ ഇതെല്ലാം എങ്ങനെയാകും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്.